നിങ്ങളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ചാനലിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്തവർ ഈ വീഡിയോ കാണാം, എന്താണ് സംഭവിക്കുക ഡിലീറ്റ് ചെയ്താൽ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഡിലീറ്റ് ചെയ്ത ഓപ്ഷൻ എന്തിനു കൊടുത്തു, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പേ നമ്മൾ പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരു 5-10 വർഷം, കുറഞ്ഞത് 5 വർഷം മുന്നെയെങ്കിലും നാട്ടിൽ വരാത്ത, അതായത് 5 വർഷമായിട്ട് നാട്ടിൽ വന്നില്ലെങ്കിൽ 10 വർഷമായിട്ട് നാട്ടിൽ വരാത്ത ഒരാൾ പെട്ടെന്ന് വരികയാണ്. നമ്മുടെ ഹൈവേയിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ആൾക്കിത് എവിടെയാണ് സ്ഥലം, എവിടെയാണ് ഇറങ്ങേണ്ടത്, എന്താണ് ഒന്നും ഒരു ധാരണയും കിട്ടില്ല. കാരണം വെച്ചാൽ കംപ്ലീറ്റ് മുന്നേ ഉണ്ടായിരുന്ന ലാൻഡ് മാർക്സ് ആയിട്ടുണ്ടാകുന്ന കടകളും ചെടികളും മരങ്ങളും ഒക്കെ പോയി. അപ്പം ആൾക്ക് എന്ത് ചെയ്തു, ആളെ മൈൻഡിൽ നിന്ന് ആ ഇൻഫർമേഷൻ മൊത്തം നഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ഗ്രാമം, ഈ ഗ്രാമത്തിൽ നല്ല വഴികളുണ്ട്, കുറേ മരങ്ങളുണ്ട്, കുറേ സംഭവങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗ്രാമവാസി എന്ന നിലയിൽ അവരെപ്പോഴും നമ്മളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് പോകേണ്ട വഴികളൊക്കെ ഇതിൽ ഓരോ സയൻസ് വെച്ചിട്ടാണ്. ഈ ഈ കാണുന്ന ഇമേജിലുള്ളത് എന്താ, ഒരു ഫ്ലഡ് വന്നിട്ട്, ഒരു വെള്ളപ്പൊക്കം വന്നിട്ട് നമ്മുടെ വയനാട്ടിലൊക്കെ സംഭവിച്ച പോലെ വന്നിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്തു, ആ ഗ്രാമം നശിച്ചു പോയി. ഇനി ഇവിടെ വരുന്ന ഒരാൾക്ക് എന്ത് ചെയ്യില്ല, ഈ ഗ്രാമത്തിനെ കുറിച്ചിട്ട് ഒരു ധാരണയും കിട്ടില്ല, എങ്ങോട്ട് പോകണം എന്ത് പോകണം എന്നുള്ളത്. ഇത് തന്നെയാണ് ഈ ഡിലീറ്റ് ഓപ്ഷൻ എന്ന സംഭവത്തിനെ കൊണ്ട് നിങ്ങൾക്ക് പലർക്കും പറ്റുന്നത്. ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതേ പ്രശ്നം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിലീറ്റ് ഓപ്ഷൻ ശരിക്കും എന്തിനാണ് കൊടുക്കുന്നത്? ഒരു ആപ്പ് ഉണ്ടാക്കുമ്പോൾ, സാധാരണയായിട്ട് ആപ്പ് ഉണ്ടാക്കുന്നു, നമ്മൾ അതിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നു എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോ അപ്ലോഡ് യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ മറ്റ് ഫീച്ചേഴ്സ് കൂടി വരണം. അതിന് ഈ പ്രോഗ്രാമിംഗ് ചെയ്യുന്നവർ പറയുന്നത്, സാധാരണ നമ്മൾ പറയുന്നത് TRUD എന്നാണ്. ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഈ ഓപ്ഷൻസ് ഒരു ബേസിക് ആണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും എന്ത് വേണം, എഡിറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ എഡിറ്റ് ചെയ്ത വീഡിയോ എന്താക്കാൻ പറ്റണം, ഡിലീറ്റ് ചെയ്യാൻ പറ്റണം, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. ഇതാണ് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബിലും എന്ത് വേണം, ഡിലീറ്റ് ബട്ടൺ വേണം. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ബട്ടൺ യൂട്യൂബിൽ ആഡ് ആയിട്ടുണ്ട്. കാരണം ഒരാൾ ക്രിയേറ്റ് ചെയ്ത സംഭവം അയാൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം യൂട്യൂബ് കൊടുത്തതാണ്. ഇനി അടുത്തത്, നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നോർമലി ഇപ്പം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, നമ്മുടെ വോയിസ് കയറിയില്ല, അല്ലെങ്കിൽ നമ്മൾ വോയിസ് കൊടുത്തത് മ്യൂട്ടായിപ്പോയി. അപ്പോൾ സ്വാഭാവികം പിന്നെ അത് അവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണം, തീർച്ചയായും ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇത് സാധാരണ കേസാണ്, ഒരു കുഴപ്പമില്ല, കാരണം അത് യൂട്യൂബ് അനുവദിക്കുന്നതാണ്. ഇനി എവിടെയാണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം വരുന്നത്? റീയൂസ്ഡ് കണ്ടന്റ്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, ഇതുപോലെ സാധനങ്ങൾ വന്നാൽ ആദ്യം ആളുകൾ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ടെൻഷൻ അടിക്കും. ഈ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കുക, പല പല വീഡിയോസ് ആയിട്ട് പോയി യൂട്യൂബിൽ കാണും. അപ്പോൾ അവിടെ പറയും ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അവർ മൈൻഡിൽ ആ ഒരു സ്റ്റോറി വെച്ച് എന്താ, ഡിലീറ്റ് ചെയ്ത് കളയണം. നേരെ തിരിച്ച് ചാനലിലേക്ക് വന്നിട്ട് ഒരു 10-20 വീഡിയോസ് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് റീയൂസ്ഡ് കണ്ടന്റ് ആണെങ്കിൽ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയും. ഇതോടുകൂടി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സംഭവിക്കുക, അതായത് ആ ഒരു ഗ്രാമത്തിലെ ചെടികളും മതിലുകളും എല്ലാം കൂടി അടിച്ച് നിരത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ പിന്നെ ഒന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഇത് എന്താണ്, ഏതാ നാടെന്നൊന്നും. ആ രൂപത്തിൽ നമ്മുടെ അൽഗോരിതത്തിന് കൺഫ്യൂഷൻ ആവും. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ മുഴുവൻ പോയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും, ഇപ്പം പല ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ. പക്ഷെ പെട്ടെന്ന് അതിനറിയില്ല ഇനി എവിടെ എത്തിക്കണം, ആർക്ക് എത്തിക്കണം. കാരണം ഇതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾ ഒരു സൈഡിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതോടുകൂടി എന്ത് ചെയ്യും, ആ ചാനൽ ഫ്രീസ് ആവും. ഫ്രീസ് ആകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന വ്യൂസ് 20, 30, 40, 50 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഫ്രീസിങ് ഇല്ലാതെ പോകണമെന്ന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു വീഡിയോ ഇന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക, മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ സമയം എടുത്തിട്ട് വേണം ഡിലീറ്റ് ചെയ്ത് കളയാൻ. ഒറ്റയടിക്ക് ഒരു വീഡിയോസും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ 8ന്റെ പണി ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മാക്സിമം ഡിലീറ്റ് ചെയ്യുന്ന കൗണ്ടിനനുസരിച്ച് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ പിന്നെ ബാലൻസ് ആയിട്ട് പോയിക്കോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ അതല്ലാതെ നിങ്ങൾ ഈ ഡിലീറ്റിൻ്റെ പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ ചാനൽ ഫ്രീസ് ആവും. ഒരുപാട് ആൾക്കാർ ചാനൽ ഫ്രീസ് ആയിട്ട് വന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്തത് തന്നെ. ഇതുപോലെ ഫ്രീസായ ചാനലുണ്ട്, അതുപോലെ മുന്നോട്ടേക്ക് എങ്ങനെയും പോകാത്ത ചാനലുണ്ടെങ്കിൽ പല തരത്തിലുള്ള ചാനലുകൾ ഇപ്പോൾ പലരും എന്നോട് ചെക്ക് ചെയ്യാനൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ചാനൽ റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചാനൽ എന്ത് സംഭവിച്ചു, എന്താണ് ഇനി മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെ കൊണ്ടുപോകണം എന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു നമ്മളെന്തായാലും പഠിക്കണമല്ലോ. അപ്പോൾ അതിന് ഡാറ്റ വെച്ച് ഫുൾ അനലറ്റിക്സ് വെച്ചിട്ട് നമുക്ക് നോക്കി റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും താല്പര്യമുണ്ട്, പെയ്ഡാണ്,
കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 1-2 ദിവസം ഇരുന്നാൽ മാത്രമേ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആർക്കും അങ്ങനെ റിപ്പോർട്ട് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, ഞാൻ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമുക്കത് സംസാരിച്ച് എങ്ങനെ ചെയ്യാം, അതായത് ചാനലിൻ്റെ ഭാവി എന്താണ്, മുന്നോട്ട് പോവില്ലയോ, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആ ടോപ്പിക്കിൽ റിസർച്ച് ചെയ്തിട്ട് കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം.